നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ക്ഷാമബത്ത ഉൾപ്പെടെ കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അധ്യാപകരുടെയും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കൂട്ടായ്മ പേരാമ്പ്രയിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മുനീർ എരവത്ത് ഉദ്ഘാടനം ചെയ്തു. മാസത്തെ ക്ഷാമബത്ത ഉൾപ്പെടെയുള്ള കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അധ്യാപകരുടെയും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കൂട്ടായ്മ പേരാമ്പ്രയിൽ പന്തം കൊളുത്തി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പേരാമ്പ്ര മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക, 12ാം ശമ്പള പരിഷ്കരണ മെഡിസെപ്പ്, പെൻഷൻ, ലീവ്, സറണ്ടർ, HBA എന്നിങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി ഭരിച്ച സർക്കാർ ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുക്കിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനീർ എരവത്ത് പറഞ്ഞു. കേരളത്തിലെ നാനാവിഭാഗം ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയ ഒരു സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുക. എല്ലാ മേഖലയിലുമുള്ള പ്രതിസന്ധി പോലെ തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ജീവിതത്തിൽ മണ്ണുവാരിയിട്ട ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി സർക്കാർ മേഖലയിലും അധ്യാപകരുമായി പ്രവർത്തിക്കുന്ന പെൻഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വാരിയിട്ടുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ 10 വർഷക്കാലമായിട്ടും ഒരടി മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലുണ്ടായ വിലവർദ്ധനവിനെക്കുറിച്ച്, വിപണിയിലുണ്ടായ വിലവർദ്ധനവിനെക്കുറിച്ച് നമുക്കറിയാം. ഓരോ കുടുംബത്തിനും സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 400 രൂപയുടെ അധിക ചെലവ് ഒരു ദിവസം ഒരു കുടുംബത്തിന് വന്നിരിക്കുന്നു എന്നാണ് കേരളത്തിലെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത്തരത്തിൽ വിലക്കയറ്റം ബുദ്ധിമുട്ടിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള പെൻഷൻകാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ ഒരു നടപടിയും എടുക്കാത്ത, ഒരു വർധനവും വരുത്താത്ത കേരളത്തിലെ ഏക സർക്കാർ അത് സഖാവ് പിണറായി വിജയന്റെ സർക്കാരാണ്. അതുപോലെ തന്നെ സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ട ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള DA കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 19% DA കുടിശ്ശിക 10 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ അധ്യാപകർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ള ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു സർക്കാരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് തർക്കുത്തരം പറയുന്ന, വീട്ടിൽ പോയി പറയാൻ പറയുന്ന, ദാഷ്ട്യം കാണിക്കുന്ന, ഏകാധിപത്യം കാണിക്കുന്ന, ജനാധിപത്യത്തിന്റെ മൂല്യം തൊട്ടു തീണ്ടാത്ത ഒരു മുഖ്യമന്ത്രിയും ഒരു വിവരവുമില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയുമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കേരളത്തിലെ നാനാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തും കടന്നു വരികയാണ്. തെരുവുകളിലേക്ക് പോകുന്ന നമ്മൾ കാണുന്നത് എല്ലാ മേഖലയിലും സമരത്തിന്റെ വേലിയേറ്റമാണ്. കർഷകർ സമരത്തിലാണ്, തൊഴിലാളികൾ സമരത്തിലാണ്, കർഷക തൊഴിലാളികൾ സമരത്തിലാണ്, പെട്ടിക്കച്ചവടക്കാർ സമരത്തിലാണ്. ഇങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള ആശാവർക്കർമാർ സമരത്തിലാണ്, നഴ്സുമാർ സമരത്തിലാണ്. എല്ലാവരുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രം മുഖമുദ്രയായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ ജീവനക്കാരുടെ പ്രതിഷേധം ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരും
അത് ഉപയോഗിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മെയ് 4 വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ ജനവിരുദ്ധ സർക്കാരിനെ ഈ സംസ്ഥാനത്തിന്റെ മണ്ണിൽ നിന്ന് തൂക്കി എറിയുന്ന ഒരു ജനവിധി ഈ കേരളത്തിൽ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് കേരളത്തിലെ ജനത കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ള ഞങ്ങൾ അനുഭവിച്ച 10 വർഷക്കാലത്തെ ജനത അനുഭവിച്ച ദുരിതത്തിന് അറുതി വരാൻ പോകുന്നു. ഏപ്രിൽ 9 മുഴുവൻ ജനാധിപത്യ സമൂഹവും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെതിരായി ജനവിധി എഴുതണമെന്ന് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി കെ സജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നളിനി നല്ലൂർ, ലത്തീഫ് മാസ്റ്റർ, കെ പ്രദീപൻ, എം രാജൻ, പി രാമചന്ദ്രൻ, ടി അഷ്റഫ്, കെ രഞ്ജിത്ത്, പ്രേംനാഥ് മംഗലശ്ശേരി, മജീദ് വി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എൻ ടി ജിതേഷ്, വി പ്രതീഷ്, ഇ കെ സുരേഷ്, പി സി ബാബു, കണാരൻ മാസ്റ്റർ, വി കെ അബ്ദുറഹ്മാൻ, ഹമീദ് ടി, പി കെ അബ്ദുൽ സലാം, പി സി സിറാജ്, കെ സജീഷ്, ഷമീം അഹമ്മദ്, ആസിഫ് വി, കെ രാജേഷ് ബാബു, പി പി പ്രകാശൻ എന്നിവർ പന്തം കൊളുത്തി പ്രകടനത്തിന് നേതൃത്വം നൽകി. വി എം അഷ്റഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വി കെ രമേശൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.